കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന മംഗലാപുരത്ത് അശോക് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ബാങ്കിൽ ഒരു വലിയ മാനേജറാണ്, ടോപ്പ് ലെവലിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലൊന്ന് വേണം പ്രാർത്ഥിക്കണം. ഇതേ പഠിപ്പിക്കാനായിരിക്കും. ഉടനെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ 2 സിസ്റ്റേഴ്സിന് ഞങ്ങൾ ഒരുമിച്ച് കാറില്, ആ കാറ് ഡ്രൈവർ ഒരു ടാക്സിക്കാരാണ്, അത് ജീപ്പി എന്ന് പറയുന്നതാണ്. ജീപ്പിയുടെ പണം വെച്ചിട്ടു. എന്നിട്ട് ജീപ്പിന് അറിയാമോ നമ്മൾ എത്തിക്കണതാണ് അവരാരാധിക്കും. നമ്മൾ ബന്ധിക്കുന്നു 1 കോടി സ്ഥലത്തില് 10 കോടി വെക്കുന്നുള്ളവർ. അത് പോയി ഇയാൾ പറഞ്ഞ അടുത്താണ് വീടെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾ തോന്നിയത് വലിയ ഡേഞ്ചറസ് സ്ഥലത്തോട്ട് ചെന്നാണ്. പിന്നെ ചെന്ന് അങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ കാർ അങ്ങനെ തന്നെ അയാളോട് താന്നു പോയത്. അപ്പോൾ അതാണ് ഈ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നത് പറയുന്നത്. അല്ല, നമുക്കെല്ലാം കാവൽ മാലാഖമാരുണ്ടെന്ന് എബ്രായർ 1:14 അവർ സഹദാസകരാണ്, ഉടനെ കാണുന്നനുസരിച്ച്. അപ്പോ ഇയാൾ സ്കൂട്ടറിലാക്കണം, അയാൾക്ക് സ്കൂട്ടറിൽ കടക്കാവുന്നതാണ്. പക്ഷെ ആക്ച്വലി അയാൾ ബ്ലൈൻഡാണ്, ഡ്രൈവർ ബ്ലൈൻഡാണ്. നമുക്ക് ദൈവ ജ്ഞാനം മത്തായി 10:14 സത്യത്തെ പോലെ വിവേകിയായിരിക്കണം നമ്മള്. ജ്ഞാനം ഇല്ലെങ്കിൽ അല്ല, ഉടനെ രാത്രിയും 9 മണിയുമായി എത്ര സമയം പോലെ ഒരുപക്ഷെ കിലോമീറ്റേഴ്സ് ഓടി കാണും വളരെയധികം. അതൊന്നും പ്രശ്നമല്ല. ഉടനെ അവിടെ വെച്ച് നിർത്തിച്ചിട്ട് ഇറങ്ങി. ഡ്രൈവറിന് എങ്ങോട്ടാണെന്ന് അതിനോട് എടുക്കാൻ റിവേഴ്സ് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഇറങ്ങി മൈൻഡ് ചെയ്ത് പ്രാർത്ഥിച്ച്, ഇയാളെ പ്രാർത്ഥിച്ച്, അവിടെ എല്ലാത്തിനും ഞങ്ങളെല്ലാം തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ച് 10:14 കാലപ്പൊടി അപ്പം തന്നെ തട്ടിക്കൊള്ളു. പിന്നെ ആ കാര്യം തീർന്നു. അല്ലെങ്കിൽ അസ്വസ്ഥയായില്ല. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അത് പഠിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തില് അയാൾക്ക് മാനസാന്തരമല്ല, അയാൾ അറിയാതെ തന്നെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവിനെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു ഒറ്റക്ക് പോയിക്കോടമല്ല. ലൂക്കാ 10:1-12 ഒറ്റക്കൊരു ഒരാൾ പോയാലോ നമ്മളെ കൊണ്ട് ആര് പോകും? ഞങ്ങൾ കൂട്ടായ്മ ഇരുന്നുകൊണ്ടാണ് ഉടനെ പ്രാർത്ഥിച്ച് ബന്ധിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ റിവേഴ്സ് അടിച്ച് നടന്ന് പുറകോട്ട് രാത്രി 2 സൈഡിലും ഇതാണ് കേട്ടതാണ്. എന്നിട്ട് ഒരു സ്ഥലത്തുകൊണ്ട് ഇതിനെ കടന്നു പോകുന്നു. അപ്പോൾ പ്രൈസ് ചെയ്യും. കണ്ടോ, നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതാ റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഇടയ്ക്ക് നമുക്കെല്ലാം വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും. ലൂക്കാ 17:5-4 അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതാ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതോടുമാണ് ഈശോയോടുള്ള അടുപ്പം കൂടുന്നതെന്നാണ്. അതാണ് വിശ്വാസത്തിൽ മത്തായി 21:22 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 14:12 ഈശോ പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. തീർച്ചയാണോ? തീർച്ചയാണ്. ഒരു സംശയമല്ല, ഒരു സംശയം പാടില്ല. സംശയിക്കുന്ന വല്ലതും കിട്ടുമോ? ഇല്ല. യാക്കോബ് 1:2 തൊട്ടിട്ടുള്ളവരാണ്. സംശയിക്കുന്നതിന് ഒന്നും കിട്ടിയല്ല. മനസ്സിലും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. കാരണം ഒന്നും കിട്ടില്ല, കരുതരുത്. വിശ്വാസത്തോടെ പ്രവർത്തിച്ചാല് ഇതൊന്നാണ് വിശ്വാസ വരവുണ്ടെന്ന് 1 കൊരിന്ത്യർ 12:9-10 വിശ്വാസ വരവും ആത്മാക്കളെ വീഴ്ചാല് എല്ലാം ദൈവം. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരു രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയും വേറൊരു പ്രവചിക്കാൻ വരവും
വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരു ഭാഷാപരവും വേറൊരു വ്യാഖ്യാനത്തിലുള്ള പരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ദൈവകൽപ്പനയായി അംഗീകരിക്കണം. 1 കൊരിന്ത്യർ 14. പ്രവാചകനെന്നോ പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതി സംഗതികൾ കർത്താവിന്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല. ആകയാൽ എന്റെ സഹോദരരെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. ഇതാണ് ആവശ്യം. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യണം. ഭാഷാപരങ്ങൾ ഏതൊക്കെ ഭാഷാപരങ്ങളാണ് പല പറയണം. വേറൊരാൾക്ക് മനസ്സിലാക്കരുത്. ഭാഷകൾ എപ്പോഴും നമ്മളെ തന്നെ സ്വയം ശക്തിപ്പെടുത്തിയ ആത്മാവിനെ 1 കൊരിന്ത്യർ 14 1-5 ഇതുകൊണ്ടാണ് ഭാഷാവരം. ഈ ഭാഷാവരം ഉണ്ടാകുന്ന ഒരു സ്തുതിക്കണം. സ്തുതിച്ച് വരുമ്പോ തന്നെ വരും. ശബ്ദം ഒന്നും ഉണ്ടായത് അർത്ഥവുമില്ല കേട്ടോ. അതുകൊണ്ട് അതൊരു റോമ 8:26 അവാച്യമായ ഒരു നെടുവെപ്പ് പോലെയാണ് ദൈവത്തിന്. അത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. മാധ്യസ്ഥം വഹിക്കുകയാണ് ആത്മാവ് തന്നെ. ഭാഷാപരത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ പാട്ടായിട്ട് മാറും. മാലാഖമാർ നമ്മുടെ കൂടെ പാടും. അതാണ് 1 കൊരിന്ത്യർ 14 വരാം. ഞാൻ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എന്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നേരെ മറിച്ച് ഈ ആത്മാവ് കൊണ്ട് മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ പ്രാണിയില്ലാത്ത അന്യൻ നിന്റെ കൃതജ്ഞതാ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നമ്മൾ ആത്മീയശക്തരായി വരുമ്പോഴും ഭാഷാപരം മാറിക്കൊണ്ടിരിക്കും. അല്ല, മാറിക്കൊണ്ടിരിക്കും പലതരത്തില്. അത് നാം പറയുന്നത് എന്താണ് ഈശോയ്ക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നാം ദൈവമായിട്ടൊരു ബന്ധമാണത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ കരുതാൻ അത് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. ഇതുപോലെയാണ് നാം എന്തു ചെയ്താലും ദൈവത്തിനറിയാം. പക്ഷേ പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് 65-24 വിളിക്കുമ്പോ നമ്മുടെ വിളി കേട്ടിരിക്കും. ഒരു കുഞ്ഞ് കരഞ്ഞാൽ ഉടനെ ആരെയും കേൾക്കും. അമ്മ അപ്പം കേൾക്കും. ദൈവം അപ്പം കേൾക്കും. ആ വിളി അത് എളിമയോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുള്ളൂ. ഉണ്ടോ? ദാനിയേൽ 10:12 എളിമയോടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കണമെന്ന്. യെശയ്യാ 58:9 അവരുടെ നേരെ എന്റെ ചെവിയും എല്ലാം തിരിഞ്ഞിരിക്കുമെന്ന് മിസ്റ്റർ പത്രോസ് 1 പത്രോസ് 3:12 പറയുന്നത്. എളിമയാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ആദ്യം തന്നെ അത് വായിക്കാം. കൃപ എപ്പോഴും കേട്ട് വരുമ്പോഴാണ് കൃപ എന്താണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്ത് പറഞ്ഞു? എനിക്ക് കൃപ മാത്രം മതി. എനിക്ക് കൃപ മാത്രം മതി. വേറെ വേണം. എന്താ കൃപയിലാണ് പിന്നെ പോകുന്നത്. കൃപ എന്ന് കഴിഞ്ഞ വാക്കുകളെല്ലാം നിങ്ങൾക്ക് തരുമോ? പൂർണ്ണ വിശ്വസ്തയായിട്ട് മാറും ദൈവമായിട്ട്, ഈശ്വരമായിട്ട്. ആ വിശ്വസ്ത വരും കർത്താവ്. 1 കൊരിന്ത്യർ 1:9 നമ്മളോട് ദൈവം വിശ്വസ്തരാണ്. 1 കൊരിന്ത്യർ 10:14 ഏത് പ്രലോഭനം വന്നാലും അത് തടുക്കാനുള്ള ശക്തിയല്ല ഈശോ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ശക്തിക്ക് അധീനമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. ഈശോ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എന്തുകൊണ്ടാണ്? ദൈവം വിശ്വസ്തനാണ്. എല്ലാവരും എന്ന് പറയാം, ദൈവം വിശ്വസ്തനാണ്. അപ്പൊ നമ്മൾ വിശ്വസ്ത വേണം. അതേ വേണം. അപ്പൊ വിശ്വസ്തനാണ് എല്ലാം തരുന്നത്, എല്ലാം ഏൽപ്പിക്കുന്നത്. പലരാണ് ഏൽപ്പിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്നത് നമ്മിൽ കൂടിയാണ്. റോമ 13:4-6 എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. വാളെന്താണ്? വചനം ആണോ? ആണ്. തീർച്ചയായും.
എഫോസ് 6:17 പൗലോസ് പറയുന്നത് വചനമാകുന്ന വചനമാകുന്ന ആത്മാവിന്റെ വാള്. കണ്ടോ, ഈ വചനം വാള് അതിരുതല വാളാണ്. അതുകൊണ്ടാണ് പൈശാശക്തിയോട് അത് കേട്ടിട്ട് ഞാൻ പറയുന്നത്. ഇപ്പൊ വാള് നിൽക്കുന്ന അപ്പം അലർക്കോട്ട് പോകണം. വാളെന്നാണ് അവർക്കറിയാം. എഫോസ് 6:17 മറ്റൊരു ലൗകികം വാളെന്ന് പറഞ്ഞാൽ വാളെടുത്തോണ്ട് വരും.